എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മേരിയൻ പൂവത്തിങ്കൽ, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശ്ശൂരിലെ അസോസിയേറ്റ് പ്രൊഫസർ ഓഫ് ന്യൂറോളജിയാണ്. എൻ്റെ പല രോഗികളും ചോദിക്കുന്നൊരു സംശയമാണ്, ഞങ്ങൾക്ക് അപസ്മാരമുള്ളപ്പോൾ സാധാരണ ഒരു കുടുംബജീവിതം കല്യാണം കഴിച്ച് അങ്ങനെ ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. ഇത് തികച്ചും സാധ്യമാണ്. എന്നാൽ നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഏതാനും കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാര്യം തന്നെ, നമ്മുടെ പെൺകുട്ടികൾ കല്യാണപ്രായം എത്തുന്നതിന് മുമ്പേ നമ്മൾ ഇതിൻ്റെ പ്ലാനിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ചില അപസ്മാരത്തിനുള്ള മരുന്നുകൾ നമ്മൾ ഗർഭം ധരിക്കുന്ന സമയത്ത് ഗർഭസ്ഥ ശിശുക്കളിൽ വൈകല്യം ഉണ്ടാക്കാനോ അങ്ങനത്തെ സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്ന പ്രായമാവുമ്പോഴേക്കും അവർക്ക് സ്പ്യൂട്ടബിൾ ആയിട്ടുള്ള മരുന്നുകളിലേക്ക് മാറ്റണം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, നമ്മുടെ സമൂഹത്തിൽ ഈ അപസ്മാരം എന്നുള്ളത് ഒരു പ്രോബ്ലമായിട്ടാണ് പലരും കണ്ടുവരുന്നത്. അത് കാരണം എന്താണ് സംഭവിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കാര്യം മറച്ചു വെച്ചാണ് പലരും കല്യാണം കഴിക്കുന്നത്. പക്ഷെ ഇത് പിന്നീട് വലിയ പ്രോബ്ലത്തിലേക്കാണ് വഴിതെളിക്കുക. ഈ മറച്ചു വെച്ച് കല്യാണം കഴിച്ച് ഒരുപാട് പേരുടെ ജീവിതം നശിച്ചു പോയതായിട്ട് നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി വേറെ ദോഷങ്ങളൊന്നുമില്ല എന്ന് നമ്മുടെ പാർട്ട്ണർ മനസ്സിലാക്കിയതിന് ശേഷം കുടുംബജീവിതത്തിലേക്ക് കടക്കുക. പിന്നെ നമ്മൾ ഗർഭം ധരിക്കാൻ ഉദ്ദേശിക്കുന്ന സമയമാകുമ്പോൾ നിർബന്ധമായും ഫോളിക് ആസിഡ് എന്ന മരുന്ന് കഴിച്ചു തുടങ്ങണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഗർഭസ്ഥ ശിശുവിന് വൈകല്യങ്ങൾ വരുത്താവുന്ന മരുന്നുകൾ ഡോക്ടറെ കണ്ട് മാറ്റം ചെയ്ത് അതുപോലെ തന്നെ ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മൾ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ചില മരുന്നുകൾക്ക് നമുക്ക് ഡോസുകളിൽ വ്യത്യാസം വേണ്ടി വരും. ഇതും നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി അപസ്മാരം ജനിതകമായിട്ട് പകർന്നു കിട്ടുമോ? ഇത് ഒരു 5% മാത്രമാണ് നമ്മൾ കാണാറുള്ളത്. അങ്ങനെ സംശയമുള്ളവർ അതത് ടെസ്റ്റുകൾ ചെയ്ത് അതിനെക്കുറിച്ച് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സക്സസ്ഫുൾ കുടുംബജീവിതം നയിക്കാൻ തന്നെ സാധിക്കും എന്ന് പറയാനാണ് ഞാനിവിടെ ശ്രമിച്ചത്. അപ്പോൾ താങ്ക് യു.